ഈ അടുത്ത് എനിക്കൊരു സമ്മാനം, നല്ലൊരു സമ്മാനം. കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇവിടെ ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കും. ഞങ്ങൾ ആ ഭാഗത്തൊക്കെ സുബ്ഹാനല്ലാഹ് കുറെ നല്ല യുവതികളായ സ്ത്രീകളും അല്ലാത്ത സ്ത്രീകളും റോട്ടുമ്മലിറങ്ങി അന്യപുരുഷന്മാരോട് കൂടി അവർ തുള്ളാൻ തുടങ്ങി. ഏത് ജാതി തുള്ളലാ തുള്ളുന്നത്? എന്തെല്ലാമാണ് വിളിച്ചു പറയുന്നത്? ജയ് വിളിച്ച് മുസ്ലിം പെണ്ണുങ്ങൾ ഇങ്ങനെ തുള്ളുകയാണ്. ഞാനതൊന്നും കണ്ടിട്ടില്ല. ഞാനതൊക്കെ ഇങ്ങനെ ഓരോരുത്തർ അയച്ചു തന്നിട്ട് ഇങ്ങനെ കണ്ടതാണ് പല സംഭവങ്ങളും. ഞാൻ 1-2 സ്ഥലങ്ങളിൽ വെച്ച് ശക്തമായി അതിനെതിരെ സംസാരിച്ചു. കാരണം അത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ അല്ലാഹുവിന്റെ അടുക്കൽ ഉത്തരവാദിയാകും. പരിശുദ്ധ ഖുർആൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ ബാപ്പൂട്ടി ദാരിമി അല്ലാഹു തആല അദ്ദേഹത്തിനും നമ്മുടെ പണ്ഡിതന്മാർക്കൊക്കെയും ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും ഹിമ്മത്തും നമുക്കും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഞാനിങ്ങനെ സ്റ്റേജിലിരുന്നപ്പോ നമ്മളെ സപ്ലിമെന്റ് വായിച്ചു. അപ്പൊ നോക്കുമ്പോ ബാപ്പൂട്ടി ദാരിമിക്ക് എന്നെ കാണാൻ വയസ്സുണ്ട്. ഞാൻ വിചാരിച്ചു എന്നെ കാണാൻ വയസ്സ് കുറവാണ്. ഏതായിരുന്നാലും ശരി, ബാപ്പൂട്ടി ദാരിമി എന്ത് ചെയ്തു? അദ്ദേഹം അൽഹംദുലില്ലാഹ് എത്ര അധ്വാനിച്ചിട്ടാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും ഈ സ്ഥാപനം സ്ഥാപിച്ചിട്ടുണ്ടാകുക. അപ്പൊ ഇരിക്കട്ടെ, ഈ ടൗണിലിറങ്ങിയിട്ട് മുസ്ലിം സ്ത്രീകൾ തുള്ളുകയാണ്. അള്ളാന്റെ ഖുർആൻ പറയാണ്, വലാ യദ്രിബന ബിഅർജുലിഹിന്ന ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിന്ന. ബാപ്പൂട്ടി ദാരിമി സാഹിബിനോട് ഒരുപാട് സ്ത്രീകളുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതെ, ഖുർആൻ പറയാണ്, സ്ത്രീകളെ നിങ്ങൾ കാലെടുത്ത് വെച്ചിട്ട് പോലും ശബ്ദമുയർത്താൻ പാടില്ല. കരയുന്ന ചെരുപ്പ് ധരിച്ചിട്ടോ പാദസരം ധരിച്ചിട്ടോ കാല് കുലുക്കി നിങ്ങളിലേക്ക് ഒരു പുരുഷൻ തിരിഞ്ഞു നോക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല. നിങ്ങളുടെ അഴകിനാൽ നിങ്ങൾ മറച്ചു വെച്ചത് മറ്റൊരാൾ അറിയാനുള്ള അവസരം ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ നല്ല ഡ്രസ് ഇട്ട് നല്ല അത്തറും പൂശി നല്ല പൗഡർ ഇട്ട് റോട്ടുമ്പൽ ഇറങ്ങിയിട്ട് യുവതികൾ ഇങ്ങനെ തുള്ളുന്നെ. അതിങ്ങനെ തുള്ളുന്നത് എല്ലാ ഖാദിമാരും കാണുന്നില്ലേ? എല്ലാ ഖതീബുമാരും കാണുന്നില്ലേ? എന്നിട്ടോ പള്ളികളിൽ നിന്ന് ഇങ്ങനെ ചെയ്യരുതെന്നൊരു ഉപദേശം പണ്ഡിതന്മാർ സാധാരണക്കാർക്ക് നൽകേണ്ടതില്ലേ? സുബ്ഹാനല്ലാഹ്, നമുക്ക് സ്ത്രീകളോട് വല്ല എതിർപ്പുണ്ടായിട്ടാ? എന്റെ ഭാര്യയെ ഞാൻ അങ്ങനെ അയച്ചിട്ടില്ല. കാരണം എന്റെ ഭാര്യ ഉണ്ടെങ്കിൽ വെറുപ്പുണ്ടായിട്ടാ? അല്ല, എന്റെ ഭാര്യയും എന്റെ കൂടെ തന്നെ സ്വർഗത്തിൽ കിടക്കണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ? എന്തുകൊണ്ടാണ് മഹാനായ കണ്ണീത്ത് അഹമ്മദ് മുസ്ലിയാർ? എന്തുകൊണ്ടാണ് ഓകെ ഉസ്താദ്? എന്തുകൊണ്ടാണ് താജുൽ ഉലമ? എന്തുകൊണ്ടാണ് അഹമ്മദ് കോയ ശാരിയാത്തി? എന്തുകൊണ്ടാണ് ശംസുൽ ഉലമ ഖുതുബി നവ്വറല്ലാഹു മർഖദഹും? അങ്ങനെയുള്ള മഹാന്മാർ അവരൊന്നും അവരെ ഭാര്യമാരെ പള്ളിയിലേക്ക് അയക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് അവരെ കൂടെ അവരെ ഭാര്യയും സ്വർഗത്തിൽ കിടക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. അതിനു മുമ്പ് കഴിഞ്ഞു പോയ കേരളത്തിലുള്ള എത്ര എത്ര ആലിമീങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നാണ് പേരെന്റെ ഓർമ്മ. ചെറിയ കുട്ടീനെയും കൂട്ടിയിട്ട് ഉമർ ഖാദിന്റെ അടുത്ത് ചെന്നു. ഈ കുട്ടിക്കൊന്നും തിരിയുന്നില്ല ഉസ്താദേ, ദ്വാരക്കണം. അപ്പോ വാരി തിന്നുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരല്പം വായിൽ വെച്ചുകൊണ്ടിട്ടുണ്ട്. അവൻ നല്ല ആലിമാവൂന്ന് പറഞ്ഞു. ആ കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ, നിങ്ങൾ ചെന്ന് നോക്കൂ, തിരൂരങ്ങാടി നടുവിലപ്പള്ളിയിലാണ് അതിന്റെ പേര് നിന്റെ ഓർമ്മ. കയറി ചെല്ലുന്ന സ്ഥലത്ത് മഹാനവറുകളുടെ മഖബറുണ്ട്, ഖബറുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മുദരിസ് മക്കാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം മൂപ്പര് നാദാപുരത്ത് നിന്ന് ഓതി പഠിച്ചതാ. എന്റെ നാട്ടിൽ നിന്ന് നാദാപുരത്ത് നിന്ന് ഓതി പഠിച്ചതാ. അവിടെ ഓതിക്കൊണ്ടിരിക്കുമ്പോ കുറച്ചാളുകള് അവരുടെ ഉസ്താദായ മേനക്കോത്ത് ഓറ് എന്ന് പറയുന്ന വലിയൊരു മഹാനുണ്ട്, കുഞ്ഞമ്മദ് കുട്ടി മുസ്ലിയാർ എന്നാണ് പേര് നിന്റെ ഓർമ്മ. അദ്ദേഹത്തിന്റെ അടുക്കൽ ഫത്വക്ക് വന്നു. ഫത്വ എഴുതി കൊടുക്കാൻ വേണ്ടി ശിഷ്യനോട് പറഞ്ഞു. മൂപ്പര് നല്ല അക്ഷരത്തിൽ എഴുതും. ഞാൻ എഴുതി കൊടുത്തു. അപ്പൊ 50 ഉറുപ്പിക ഫത്വ കിട്ടിയ ആൾക്കാർ 50 ഉറുപ്പിക. അന്ന് 50 ഉറുപ്പിക എന്ന് പറഞ്ഞാല് 50,000 ഒന്നുമല്ല, 5 ലക്ഷമല്ല, 50 ഉറുപ്പിക ഹദി കൊടുത്തു ആ കുട്ടിക്ക്. അപ്പൊ ആ സംഖ്യ കൊണ്ട് മോട്ടോർ ബൈക്ക് എടുത്തോ? ഇല്ല, ബൈക്ക് എടുത്തില്ല, ഹജ്ജിന് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഹജ്ജിന് പോയിട്ട് അവിടെ നിന്ന് കിതാബ് ഓതി പഠിച്ചു.
ആരാണ്? ഉസ്താദ് അബ്ദുൽ ഹമീദ് ഷർവാനി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. മഹാനവറുകൾ ഓതിപ്പടിച്ച ആളാണ്. നമ്മുടെ ഫത്ഹുൽ മുഈനിന് ഹാശിയ എഴുതിയ സയ്യിദ് ബക്കരി റഹ്മത്തുള്ളാഹി അലൈഹി. അതാണ് മുദരിസ് മക്ക എന്ന് ഇപ്പോഴും അവിടെ എഴുതി വെച്ചത് കാണാം. സുഹൃത്തുക്കളെ, അങ്ങനത്തെ എത്ര വലിയ ആലിമീങ്ങളോട് കഴിഞ്ഞുപോയി. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു കഴിഞ്ഞുപോയി. അതിന്റെയും മുമ്പുള്ള സൈനുദ്ദീൻ മഖ്ദൂം അവരാരും അവരെ ഭാര്യമാരെ പള്ളിയിൽ അയച്ചില്ലല്ലോ. അവരെ മുമ്പ് കഴിഞ്ഞുപോയ ഇമാമിങ്ങൾ ആരോ അയച്ചോ? അവരും അയച്ചില്ലല്ലോ. അങ്ങനെ പോയിട്ട് ഷാഫി ഇമാം റളിയല്ലാഹു പറഞ്ഞയച്ചില്ലല്ലോ, അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞയച്ചില്ലല്ലോ, മാലിക് ഇമാം പറഞ്ഞയച്ചില്ലല്ലോ, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു പറഞ്ഞയച്ചില്ലല്ലോ. അങ്ങനെ പോയിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ ഒരു ഭാര്യ പള്ളിയിലേക്ക് ഇശായിനും സുബീക്കും പോയാൽ ആരും കാണൂലല്ലോ, ഇരുട്ടല്ലേ, ഇന്നത്തെ പോലെ ലൈറ്റൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് പോകാൻ ഇറങ്ങിയപ്പോ ഉമർ ഇബ്നു ഖത്താബ് വെറുപ്പ് പ്രകടിപ്പിച്ചു. തടഞ്ഞില്ലെങ്കിൽ ഞാൻ എന്തായാലും പോകും എന്ന നിലക്ക് മഹദി പുറപ്പെട്ടു. കാരണം ആ മഹദിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഖൈർ എന്ന് പറഞ്ഞ ഹദീസ് ലഭ്യമായിരുന്നില്ല, കിട്ടിയിരുന്നില്ല. കിട്ടിയിട്ടുണ്ടേ പോവില്ല. കിട്ടാത്തത് കൊണ്ടാണ് മഹദി പോയത്. ആരും കാണൂലല്ലോ എന്ന് വിചാരിച്ചു പോയതാണ്. അങ്ങനെ ഇറങ്ങിപ്പോകുമ്പോ വഴിക്ക് കാത്തു നിന്നിട്ട് ബേക്കിൽ നിന്നൊരൊറ്റ അടി കൊടുത്തു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ സ്ത്രീ മടങ്ങി, പിന്നെ പോയില്ല. ഇത് അൽ ബിദായത്തു വന്നിഹായയിൽ കാണാം. എന്തിനാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചെയ്തത്? അതെ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭാര്യ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ കൂടെ തന്നെ സ്വർഗ്ഗത്തിൽ കിടക്കണമെന്ന് ആഗ്രഹമാണ്. അതേ സമയത്ത് അത്തരത്തിലുള്ള ചിന്താഗതികൾ, എന്റെ ഭാര്യ, എന്റെ കുടുംബം സ്വർഗത്തിലെത്തണം എന്ന ചിന്തയില്ലാത്ത ഏതെങ്കിലും മൗലവിമാര് പുതിയ ദീനുണ്ടാക്കി. അങ്ങനെ അവര് സ്ത്രീകളോട് രംഗത്തിറങ്ങാൻ പറഞ്ഞു. അങ്ങനെ അവരെ രംഗത്തിറക്കി. അതിങ്ങനെ വളർന്ന് വളർന്ന് ഇപ്പോ പള്ളി പോലൊക്കെ പോയിട്ട് റോട്ടുമ്മലിറങ്ങിയിട്ട് തുള്ളല്. അപ്പൊ ഞാൻ ഈ തുള്ളുന്നതിനെതിരെ ഈ ആയത്തോതിയിട്ട് എന്ന ആയത്തോതിയിട്ട് ഞാൻ പ്രസംഗിച്ചു. അതിനെനിക്ക് നല്ലൊരു സമ്മാനം കിട്ടി. കിട്ടിയ സമ്മാനം എങ്ങനെ? എന്റെ കൂടെയുള്ള ഇസ്ഹാഖിനോട് ചോദിച്ചാൽ നമ്മളെ കുമ്മോടി ഇബ്രാഹിം സഖാഫി, അദ്ദേഹം ഇട്ടൊരു വോയിസ് ഉണ്ട് എന്റെ അദ്ദേഹത്തിന്റെ ഫോണിൽ. ഇബ്രാഹിം സഖാഫിനെ മലപ്പുറം ജില്ലയിലുള്ള, നിങ്ങൾ കുറ്റക്കാരായിട്ടില്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. മക്കയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. അവിടെ തന്നെ ചിലപ്പോ വേറെയും പലരും ജനിച്ചിട്ടുണ്ടാവും. മക്ക എന്ന് പറയുന്ന പ്രദേശത്തിന് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ഇരിക്കട്ടെ, ഒരാള് ഒരു മൊയ്ലാരോട് പറഞ്ഞു, പേരുടെ അബ്ദുറഹ്മാൻ സഖാഫിന്റെ വീട്ടിൽ മകളെ കല്യാണം നടന്നു. മഞ്ഞ കല്യാണം, ചുവപ്പ് കല്യാണം, പച്ച കല്യാണം, നീല കല്യാണം, 5 ദിവസം തുടർച്ചയായി ഗംഭീര പരിപാടി. അപ്പൊ ഈ മൊയ്ലാരി കേട്ടിട്ട് അയാൾക്ക് ഭയങ്കര വിഷമം. അയാൾ ഇബ്രാഹിം സഖാഫിനെ വിളിച്ചു, ഉള്ള തന്നെയാണോ ഉസ്താദെ, അങ്ങനെ സംഭവം നടന്നോ? ഇബ്രാഹിം സഖാഫി പറഞ്ഞു, 45 കൊല്ലം ഞങ്ങൾ ഒന്നായിട്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു മകളെ കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയാണ്ട് നടക്കൂല. അദ്ദേഹത്തിന്റെ മകളെ കല്യാണം ഒറ്റ ഇതുവരെയും നടന്നിട്ടില്ല. പക്ഷേ ഇങ്ങനെയാണ് പ്രചരണം എന്ന് പറയുന്നത്. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വസ്ബിർ അലാ മാ അസാബക. നമ്മൾ ഹഖ് തുറന്നു പറഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതിൽ ക്ഷമിച്ചു നിൽക്കണം. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. അത് തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട സംഗതിയാണ്. അതില്ലാതെ ദീൻ ഇവിടെ പ്രചരിപ്പിക്കാൻ കഴിയില്ല. കഴിഞ്ഞുപോയ മഹാന്മാരുടെ ഒക്കെ ചരിത്രം അങ്ങനെ തന്നെയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഫൂറഖ് റളിയല്ലാഹു അൻഹു അശ്അരി തരീഖത്തിന്റെ വലിയ പ്രചാരകനായ മഹാപണ്ഡിതനായിരുന്നു. ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് ഭരണാധികാരിയോട് പോയിട്ട് ആരോപണം പറഞ്ഞു കൊടുത്തു. ഇബ്നു ഫൂറഖ് എന്ന് പറയുന്ന അബൂബക്കർ ഇബ്നു ഫൂറഖ്, അദ്ദേഹത്തിന്റെ വാദറിയങ്ങള്, അദ്ദേഹത്തിന്റെ വാദം ഇപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലല്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്, മുഹമ്മദ് നബി ഇപ്പോൾ നബി അല്ല, വഫാത്ത് വരെ മാത്രമേ ഉള്ളൂ എന്നാണ് അബൂബക്കർ ഇബ്നു ഫൂറഖിന്റെ അഭിപ്രായം എന്ന് ഭരണാധികാരിനോട് പറഞ്ഞു കൊടുത്തു. ഭരണാധികാരി അബൂബക്കർ ഇബ്നു ഫൂറഖ് റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ടുവന്ന് വിചാരണ ചെയ്തു. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഓ രാജാവേ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോൾ നബിയാണെന്ന് മാത്രമല്ല, അവിടുന്ന് ലോകത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അതേ കുന്തു നബിയൻ വആദമു ലമുൻജദിനു ഫീ ത്വീനതിഹി, ആദം നബി കളിമണ്ണിലുള്ള സമയത്ത് തന്നെ ഞാൻ നബിയാണെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ജനിക്കുന്നതിന് മുമ്പ് തന്നെ നബിയാണ്.
അതിന്റെ ശേഷവും നബിയാണ്, വഫാത്തിന് ശേഷവും നബിയാണ്. എല്ലാ നിസ്കാരത്തിലും അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലായിരുന്നു എന്നല്ലല്ലോ അതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ റസൂലാണ് എന്നല്ലേ അതിന്റെ അർത്ഥം. ഇപ്പോഴും അത് പറയുന്നവനല്ലേ ഞാൻ. ആ രാജാവിന് മനസ്സിലായി ആരോപണം ശരിയല്ല. അബൂബക്കർ ഫൂറഖ് റളിയല്ലാഹു അൻഹു സമ്മാനം കൊടുത്ത് തിരിച്ചയച്ചു. പക്ഷേ അബൂബക്കർ ഫൂറഖ് റളിയല്ലാഹു അൻഹു സുന്നത്ത് ജമാഅത്ത് തുറന്ന് പറഞ്ഞ കാരണത്താൽ മഹാനവറുകൾക്ക് ഭക്ഷണത്തിൽ വിഷം കൊടുത്ത് കൊന്നുകളഞ്ഞു. ഇമാം റാസി റളിയല്ലാഹു അൻഹു അങ്ങനെ സംഭവിച്ചതായി ചില പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓ സുഹൃത്തുക്കളെ, പക്ഷേ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. ഖബ്റുഹു യുസ്തസ്ഖാ ബിഹി വഖബ്റുഹു യുസ്തശ്ഫാ ബിഹി. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ത്യാഗം ചെയ്ത് പ്രവർത്തിച്ചതിനാൽ മഹാനവറുകളെ ഖബറിന്റെ അടുക്കൽ പോയി ദുആ ചെയ്താൽ മഴയില്ലാത്ത സമയത്ത് മഴ കിട്ടും. അവിടെ പോയി ദുആ ചെയ്താൽ രോഗത്തിന് ശമനം കിട്ടും. അത്രയും വലിയ സ്ഥാനം മഹാനായ അബൂബക്കറിന് ഫൂറഖ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു കൊടുത്തു. അപ്പോൾ എന്റെ ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ, ദീനീ പ്രവർത്തനം നടത്തൽ പാൽപായസമാണെന്ന് വിചാരിക്കരുത്. അത് നല്ല പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നൊരു വിഷയമാണ്. പക്ഷേ നമ്മൾ ജനങ്ങൾക്കിടയിൽ പേര് കിട്ടാനോ അല്ലെങ്കിൽ അതാ നമ്മളെ പേര് പത്രത്തിൽ വരാനോ ചാനലിൽ പ്രത്യക്ഷപ്പെടാനോ അങ്ങനെയുള്ള ചിന്തയിലൊന്നും ആകരുത്. മങ്കാന യുരീദു ഹർസൽ ആഖിറത്തി നസിദ് ലഹു ഫീ ഹർസിഹി വമങ്കാന യുരീദു ഹർസദ് ദുനിയാ നൂതിഹി മിൻഹാ വമാ ലഹു ഫിൽ ആഖിറത്തി മിൻ നസീബ്. ആഖിറം ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. ദുനിയാവിലെ സ്ഥാനമോ ദുനിയാവിലെ ലാഭമോ ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ അല്ലാഹു പറഞ്ഞു നൂതിഹി മിൻഹാ, ദുനിയാവിലുള്ള പലതും നമ്മൾ കൊടുത്തു എന്ന് വരും. പക്ഷേ വമാ ലഹു ഫിൽ ആഖിറത്തി മിൻ നസീബ്, ആഖിറത്തിൽ ഒന്നും കിട്ടൂല. അല്ലാഹുവേ, ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും ചലനങ്ങളും അടക്കങ്ങളും സംഘടനകളും സ്ഥാപനങ്ങളും എല്ലാം ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്നതാക്കി തരണം റഹ്മാനേ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, കൃത്യമായി 5 വഖത്ത് നിസ്കരിക്കണം. അള്ളാഹു കൽപ്പിച്ചതെടുക്കണം. അള്ളാഹു വിരോധിച്ചത് കൈയൊഴിക്കണം. കുടുംബ ബന്ധം ചേർക്കണം. അതേ ഭർത്താവിനോട് നല്ല നിലയ്ക്ക് പെരുമാറണം. നമ്മളെ മക്കളെ ദീനീ ചിട്ടയിൽ വളർത്തിയെടുക്കണം. ഇതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ പീഡിപ്പിക്കരുത്, ചീത്ത പറയരുത്, തെറി പറയരുത്, അവരുടെ മനസ്സ് വേദനിപ്പിക്കരുത്. മറിച്ച് വഅശ്റൂഹുന്ന ബിൽ മഅറൂഫ്, നല്ല നിലക്ക് ഭാര്യമാരോട് പെരുമാറണം. ഖുർആനാണ്. അയൽവാസികൾക്ക് നന്മ ചെയ്യണം, കുടുംബബന്ധം ചേർക്കണം, പ്രായമുള്ളവരെ ആദരിക്കണം, കുട്ടികളോട് കാരുണ്യം ചെയ്യണം, ദീനീ പ്രവർത്തനങ്ങൾ പരമാവധി സഹായങ്ങളും സഹകരണങ്ങളും നൽകണം. നമ്മൾ അധ്വാനിച്ച് ജീവിക്കണം. നമ്മൾ യാചിച്ചുകൊണ്ടല്ലോ ജീവിക്കേണ്ടത്, അധ്വാനിച്ച് ജീവിക്കണം. അങ്ങനെ അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിച്ച് മരിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. മനുഷ്യർക്കൊപ്പം ആ ഒരു പ്രമേയവുമായി മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ കേരള യാത്ര ഈ വരുന്ന 1-ാം തീയതി കാസർഗോഡ് നിന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടും. നിങ്ങളുടെ ഈ ഭാഗത്ത് വരുമ്പോൾ നിങ്ങൾ സജീവമായി പങ്കെടുക്കുമെന്നതിൽ സംശയം ഇല്ല. എന്നാൽ തിരുവനന്തപുരത്ത് അതിന്റെ സമാപനം നേരത്തെ നിശ്ചയിച്ചത് ജനുവരി 17-ന്. പക്ഷേ അന്ന് റജബ് 27-ന്റെ നോമ്പ് വരുന്നത് കൊണ്ട് പിറ്റേ ദിവസത്തേക്ക് മാറ്റാൻ ഞങ്ങൾ ഒരുപാട് പരിശ്രമിച്ചു. പക്ഷേ സ്ഥലം കിട്ടിയില്ല. അതുകൊണ്ട് തലേ ദിവസത്തേക്ക് മാറ്റി 16-ന്. അങ്ങനെ 16-ന് സമാപനം നിശ്ചയിച്ചു. നിങ്ങൾ കഴിയുന്നവരൊക്കെ അവിടെയും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അന്നത്തെ രാത്രിയിൽ ഞങ്ങൾ ചർച്ച ചെയ്തു. അന്നൊരു മിഅ്റാജ് രാവാണല്ലോ. അതുകൊണ്ട് തന്നെ വെറും സമാപനം എന്നതിന് പുറമെ ഒരു നല്ല ദുആ സമ്മേളനവും കൂടിയാക്കി നടത്താൻ തീരുമാനമെടുത്തു. ശൈഖുന കാന്തപുരം ഉസ്താദാണ് അത് പറഞ്ഞത്. അങ്ങനെയാണ് നടക്കാൻ പോകുന്നത്. മിഅ്റാജ് രാവ് അത് വലിയ പുണ്യമുള്ള രാവാണ്.
ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും എല്ലാ വിഷയത്തിലും സജീവമായി ഉണ്ടാകണം എന്നീ സമയത്ത് ഉണർത്തുന്നു. നമ്മുടെ സംഘടനകൾ ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരുടെ അവസ്ഥ ഇപ്പൊ നമ്മൾ കാണുന്നുണ്ടല്ലോ. അങ്ങ് പശ്ചിമ ബംഗാളിൽ നിന്നും അതുപോലെ ബീഹാറിൽ നിന്നും ഹരിയാനയിൽ നിന്നൊക്കെ വരുന്ന തൊഴിലാളികളെ കാണുന്നില്ലേ? അവർക്ക് നിസ്കാരം അറിയോ? ഒതു അറിയോ? അവർക്ക് എന്തെങ്കിലും അറിയോ? എന്തേ അറിവില്ലായ്മയായി പോയത് എന്തുകൊണ്ടാണ്? പണ്ഡിതന്മാരുടെ പ്രവർത്തനങ്ങളില്ലാത്തത് കൊണ്ടാണ്. അത് സംഘടനാ പ്രവർത്തനമില്ലായിരുന്നുവെങ്കിൽ ഇവിടെ പൂർണ്ണമായും നശിച്ചു പോകുമായിരുന്നു. നിങ്ങൾ ചെന്നു നോക്കൂ. ഞാൻ ഒരിക്കൽ പോയി എവിടെ ദ്വീപിലേക്ക്, ലക്ഷദ്വീപിലേക്ക് പോയി. അപ്പൊ അങ്ങ് അകലെ ഒരു ദ്വീപുണ്ട്, മാലിദ്വീപ്. അതേപോലെയുള്ള ചില ദ്വീപുകളുണ്ട്, മിനിക്കോയി ദ്വീപ്. മിനിക്കോയി ദ്വീപ് ചെന്ന് നോക്കുമ്പോ അവിടെ എല്ലാവരും സുന്നികളാണ്, പക്ഷേ ഖുതുബ മലയാളത്തിലാണ്. ഫാറൂഖ് കോളേജിൽ പഠിച്ച ചില മൗലവിമാര് ചെന്നിട്ടുണ്ടാക്കിയ ഒരു ദീനീ വിരുദ്ധ നീക്കമാണ് ഖുതുബ മലയാളത്തിലാണ്. എല്ലാവരും ജുമയും ബാത്തും. എന്തേ അവിടെ അങ്ങനെ നടക്കാൻ കാരണം? അവിടെ നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ, നമ്മുടെ SYSന്റെ, നമ്മുടെ SSFന്റെ, കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായില്ല. അതുകൊണ്ട് അവിടെ അങ്ങനെ തന്നെ ബിദ്അത്ത് നടപ്പാക്കാൻ അവർക്ക് സാധിച്ചു. നമ്മുടെ സംഘടനാ പ്രവർത്തനമില്ലെങ്കിൽ നമ്മുടെ കേരളവും അങ്ങനെയായി പോകുമായിരുന്നു. അതുകൊണ്ട് സംഘടന എന്നത് ദീൻ നിലനിർത്താൻ ഇന്ന് ഏറ്റവും അനിവാര്യമായ ഉപാധിയാണ് എന്ന ബോധം നമുക്കുണ്ടാകണം. സംഘടനയെ തകർക്കാൻ വേണ്ടി അത് സംഘടനക്കാരാണ്, അത് സംഘടനയാണ് എന്ന് പറയുന്ന ചിലരുണ്ട്. അവരെ ലക്ഷ്യം അവരുടെ തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന പണ്ഡിതന്മാരും പ്രവർത്തകരും ഉണ്ടാകരുത് എന്നതാണ്. അതിൽ മുസ്ലിം പെട്ടുപോകാൻ പാടില്ല. അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തുകയും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ധാരാളം ഹൈറായ സേവനങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു തആല ഈ സദസ്സും ഈ സ്ഥാപനവും നമ്മളെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ദുആ ചെയ്യും, മറ്റുള്ളവരൊക്കെ ദ്വാർക്കും സംസാരിക്കും. ഞാൻ വളരെ ക്ഷീണിതനായി ഇവിടെ വന്നപ്പോ അരമണിക്കൂർ ഞാൻ കിടന്നു. എഴുന്നേറ്റ് തന്നെ കഴിയാനിട്ട് കിടന്നതാണ്. അങ്ങനെ കിടന്നു. അങ്ങനെ ഇവിടെ സമയമായി എന്നെ വിളിച്ചു. അങ്ങനെ വിളിച്ചപ്പോ ഞാൻ മനസ്സോടെ എഴുന്നേറ്റ് ഒതുവെടുത്ത് നിസ്കരിച്ച് ഭക്ഷണം കഴിച്ചു വന്നു. ഇവിടെ എത്തിയപ്പോ എനിക്ക് തോന്നി കുറച്ചും കൂടി കിടക്കാമായിരുന്നു തോന്നി. ഏതായിരുന്നാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.